ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ 24 വോൾട്ട് സോളാർ സിസ്റ്റം, ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസും എല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ 24 വോൾട്ട് UTL Gamma പ്ലസ് ഇൻവെർട്ടർ. ഇപ്പോൾ ഏകദേശം നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം 70 വാട്ട്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ആംപ്സ്, 2 ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 150 AHൻ്റെ 2 ബാറ്ററി, C10 ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 mm² വയറ്, DC വയറ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇൻവെർട്ടറിൻ്റെ ഔട്ട് ലൈൻ, റെഡ് ലൈൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ബൈപ്പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബൈപ്പാസ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം ഇത് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSEB എന്നുള്ള സപ്ലൈ ലൈനാണ്. ഇൻവെർട്ടറിലേക്ക് KSEB നിന്ന് ചാർജ് ചെയ്യാനുള്ളത്, അതായത് ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈൻ, ഇൻവെർട്ടർ ലൈൻ ചാർജ് ചെയ്യാനുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൈപ്പാസ് സ്വിച്ച്. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് KSEB ആണ്. ഇപ്പോൾ ഞാൻ ഇൻവെർട്ടർ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് മാറ്റുമ്പോൾ നമുക്കിപ്പോൾ KSEBയിലേക്ക് ചേഞ്ച് ഓവറായി. അതായത് ഞാനിപ്പോൾ 800 വാട്ട്സിൻ്റെ സിസ്റ്റമാണല്ലോ യൂസ് ചെയ്യുന്നത്. 800 വാട്ട്സ് ആണ് ഇതിൻ്റെ കണക്റ്റഡ് ലോഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 1 kVA സിസ്റ്റമാണ്. 800 വാട്ട്സ് വരെ നമുക്ക് 100% കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വലിയ ഹെവി ലോഡ് റൺ ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ റൺ ചെയ്യും, വാക്യൂം ക്ലീനർ, മിക്സർ, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഹെവി ലോഡ് റൺ ചെയ്യുന്ന സമയത്ത് KSEBയിലേക്ക് ചേഞ്ച് ഓവർ കൊടുക്കാനുള്ള ഒരു ബൈപ്പാസ് സ്വിച്ചാണിത്. ഇതാണ് നമ്മുടെ സോളാർ പാനൽ സെറ്റപ്പ്. ഇതിപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് വച്ചിരിക്കുകയാണ്. ഇത് ഫ്രെയിമൊന്നും വച്ചിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് 375 വാട്ട്സിൻ്റെ മോണോപ്പർക്ക് 2 പാനലാണ്. കിർലോസ്കറിൻ്റെ പാനൽസാണിത്. ലോ ലൈറ്റിലും നല്ല എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പാനലാണിത്. ഇതിപ്പോൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ UTL Gamma പ്ലസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. UTL 24 വോൾട്ട് ആയതുകൊണ്ട് 90 വാട്ട്സ് വരെ VOC അത് റിസീവ് ചെയ്യും. ഇതിനകത്ത് ഇപ്പം നമുക്കൊരു 80 വാട്ട്സ് വരെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. 80 വോൾട്ട് മുതൽ ഒരു 7 ആംസ് 8 ആംസ് ഒക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യും. ഇതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന DC വയർ താഴത്തേക്ക് പോയിരിക്കുന്നത്. താഴത്തേക്ക് കോൺഡ്യൂട്ടർ അടിച്ച് റൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഒരു സൗത്ത് ഡയറക്ഷനിലൊരു 15 to 20 ഡിഗ്രി ആംഗിളിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല മരങ്ങൾ എന്നൊക്കെ ഇല്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പം നമുക്ക് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ഓൾമോസ്റ്റ് 220 വോൾട്ട് വരുന്നുണ്ട്, 50 ഹെർട്സ്, 38% ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇൻവെർട്ടറിൽ. 69-70 വോൾട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, 7 ആംസ് ഡ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷനാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ നമുക്കൊരു 193 യൂണിറ്റ് അടുത്ത് എനിക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 മാസം എടുത്ത് 5-ാം മാസമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു ഡെയിലി ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 2 to 2.5 യൂണിറ്റ് പ്രൊഡക്ഷൻ എനിക്ക് ഈ ഒരു സെറ്റപ്പ് തരുന്നുണ്ട്. അതായത് പറയുവാണെങ്കിൽ ഒരു വൈകിട്ടൊരു 8 മണി 9 മണി വരെയുള്ള ഏകദേശം ലോഡ് ഈ ഒരു 24 വോൾട്ട് സിസ്റ്റത്തിൽ റൺ ചെയ്തിട്ട് ഒരു 8 മണി ഒരു 9 മണിയൊക്കെ ഇടയിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി PCU മോഡിൽ വയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ആ റീകണക്ഷൻ വോൾട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് അതിനകത്തേക്ക് ഗ്രിഡിലേക്ക് ചേഞ്ച് ഓവർ ആവും. അതാണ് ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 24 വോൾട്ട് അല്ലെങ്കിൽ ഒരു 23.8 വോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീകണക്ഷൻ വോൾട്ട് ബാറ്ററി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടർ ചേഞ്ച് ഓവർ കൊടുക്കും. നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈപ്പാസ് സ്വിച്ച് അല്ലാണ്ട് ചേഞ്ച് ഓവർ കൊടുക്കാൻ നമ്മൾ വെച്ചതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി PCU മോഡ്, ഹൈബ്രിഡ് മോഡിലുള്ള ഒരു ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവാ പവർ എന്ന് പറഞ്ഞൊരു കേരള ഒരു ലോക്കൽ ബ്രാൻഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. C10 ബാറ്ററിയാണ്. C10 ബാറ്ററി ആയിരിക്കും പ്രിഫറബിളി നല്ല ബാറ്ററി. പിന്നെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ചാർജിങ് കറണ്ട് എപ്പോഴും 10% ഓഫ് ദ ബാറ്ററി ആയിരിക്കണം. ഇത് ഞാനിപ്പോൾ സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 24 വോൾട്ട് സിസ്റ്റം ആക്കാൻ വേണ്ടിയിട്ട് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വോൾട്ട് മാത്രമേ കൂടുന്നുള്ളൂ, കറണ്ട് അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ 150 ആംപ് ആയിരിക്കും നമ്മുടെ ബാറ്ററിയുടെ അതിനകത്ത് സ്റ്റോർ ആവുന്നത്. 150 ആംപിൻ്റെ 10% 15 ആംസിൽ വേണം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്യേണ്ടത്. 15 ആംസ്
ചാർജിങ് കറണ്ടാണ്, ഐഡിയൽ ചാർജിങ് കറണ്ട് 10%. പിന്നെ നമുക്കൊരു ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 18 ആംസ് വരെ സെറ്റ് ചെയ്യാം, ബാറ്ററിയുടെ ഹെൽത്ത് ഇതൊക്കെ നോക്കിയിട്ട്. UTL Gamma പ്ലസിൻ്റെ UTL എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോളാർ PCU ആണ് ഇത്. സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ PCU. അതായത് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഒരു നോർമൽ ഇൻവെർട്ടറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പ്ലസ് സോളാർ ബെനിഫിറ്റ്സ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു 1 kVA സിസ്റ്റം തന്നെയാണിത്. UTL Solar Gamma Plus 24 volt DCR സിസ്റ്റമാണിത്. 12 വോൾട്ടും 24 വോൾട്ടും സിസ്റ്റം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 24 വോൾട്ട് ആണെങ്കിൽ നമുക്ക് 2 ബാറ്ററി യൂസ് ചെയ്യേണ്ടി വരും. 12 വോൾട്ട് ആണെങ്കിൽ സിംഗിൾ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 24 വോൾട്ട് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഒരു ബാറ്ററിയുടെ കോസ്റ്റ് എക്സ്ട്രാ വരും. ഇൻവെർട്ടർ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 300 to 500 വ്യത്യാസമേ വരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ 24 വോൾട്ടിൽ വരുന്നത് കൺവേർഷൻ ലോസസ് നമുക്ക് കുറവായിരിക്കും. 24 ഇൻറ്റു ആ ഒരു കൺവേർഷൻ ലോസ് വരുമ്പോൾ നമുക്ക് കുറവായിരിക്കും. 12 വോൾട്ടിൻ്റെ കൺവേർഷൻ ലോസ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇൻവെർട്ടർ നോക്കുന്നവർക്ക് 12 വോൾട്ട് സിസ്റ്റം ആയിരിക്കും നല്ലത്. അതുകൊണ്ട് നമുക്ക് യോജിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു UTL സോളാർ പ്ലസ് സിസ്റ്റമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. UTLൻ്റെ 24 വോൾട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന 24 വോൾട്ട് DC സിസ്റ്റം, അതായത് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡെയിലി ഒരു 2.5 to 2.6 2.2നും ഒരു 2.8ൻ്റെ ഇടയ്ക്ക് ഡെയിലി പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഡെയിലി പ്രൊഡക്ഷൻ അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയത് ഡെയിലി കണക്ട് ചെയ്യുന്ന ലോഡിനനുസരിച്ച്, ഡേ ടൈമിലെ ലോഡ് അനുസരിച്ച് ആണ് ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ഒരു നല്ല കറണ്ട് ബില്ലിൽ ഒരു കുറവും അതുപോലെ തന്നെ ആ ഒരു കറണ്ട് ബില്ലിൻ്റെ സ്ലാബ് മാറുവാനും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട് ഈ ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഇനിയും വരും വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ കോസ്റ്റ് എത്രയായി, അതിൻ്റെ ഡെയിലി പ്രൊഡക്ഷൻ കമ്പാരിസൺ വീഡിയോസ്, അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇനി വരും വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് ഓരോന്നായി ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ്.